ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ശരിക്കും പണ്ടത്തരം പറ്റി. ഇന്നലെ നമ്മളെ കുത്തിയതോ ശരിക്കും ഓണായിട്ടില്ല. അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കുറേ വൈകിയാൽ നോക്കിയത് എൻ്റെ കൂട്ടുകാരൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത് വീഡിയോയ്ക്ക് ഒരു മാറ്റമില്ല. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ കുത്തിയത് റെഡിയായി കുത്തിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ വെച്ചിട്ട് ആരും ഈ മൈക്കിനെ വിലയിരുത്തരുത്. ഞാൻ ഇപ്രാവശ്യം കുത്തി ശ്രദ്ധിച്ചൊരു വീഡിയോയുടെ ഒരു എന്താ പറയുക ഹലോ ചെക്ക് എന്ന് പറഞ്ഞ് നോക്കിയിട്ട് അപ്പം അതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇനി ഈ വീഡിയോയിൽ എന്താവും സ്ഥിതി എന്ന് ദൈവത്തിന് അറിയാം. അല്ലെങ്കിൽ എൻ്റെ കേസിലൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവാറ്. ഞാനൊരു വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഞാനൊരു സാധനം വാങ്ങുമ്പോൾ അത് എനിക്ക് മാത്രം റെഡി ആവാറില്ല. എന്താണ് പാവോ ഇത്രയും കഷ്ടകാലം പിടിച്ച ഒരു ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ എന്തായാലും ഒന്നാമത് നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ്. ഞാൻ തന്നെ ഇന്നലെ വീഡിയോ കണ്ടിട്ട് അപ്ലോഡ് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല, അപ്ലോഡും ചെയ്തു. അപ്പോൾ വലിയ മാറ്റം അത് തോന്നിയില്ല. അപ്പം പിന്നെ ഇപ്രാവശ്യം നിങ്ങൾക്ക് വല്ല വ്യത്യാസവും തോന്നുന്നുണ്ടോ? കാരണം ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ഇത് വർക്കാവുന്നുണ്ടെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ പിന്നീട് ഇടണത്. കാരണം ഇതിൽ കൂടുതൽ ഇനി എനിക്ക് അറിയില്ല ഇത് വർക്കാവും. കാരണം അവനെ എന്നിട്ട് ഞാൻ കണ്ടു, ഞാൻ അവനായിട്ട് സംസാരിച്ചപ്പോൾ അവൻ ഞാൻ പറഞ്ഞില്ലേ രാത്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതിൽ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പറയുക, ഈ ഇതിൽ മറ്റേ നമ്മൾ അപ്ലോഡ് ചെയ്ത യൂട്യൂബ് വീഡിയോയിൽ അതില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പോൾ പിന്നെ ചിലപ്പോൾ കുത്തിയത് ശരിയാവാണ്ടാവൂടാ, മറ്റേ നമ്മൾ അഡാപ്റ്റർ ഉണ്ടല്ലോ, അഡാപ്റ്റർ കുത്തിയതിൻ്റെ പ്രശ്നമാകുമെന്നാണ് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തു. പിന്നെ ദിവസമൊക്കെ കഴിച്ച് നമുക്ക് പിന്നെ മില്യൺ വ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ടും ടെൻഷനില്ല. അപ്പോൾ ഗ്രനേരോടെ അപ്പോൾ പിന്നെ ഒരു എന്താ പറയുക സെക്കൻഡ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, പ്രോപ്പർ റിവ്യൂ എങ്ങനെയാണെന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും. എനിക്ക് പേഴ്സണലി നല്ല ഇതായിട്ടാണ് തോന്നിയത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർ ഇന്ന് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു സാധനമില്ലേ നമ്മുടെ ഈ ഗ്രനോര S12 നല്ലതാണെന്നാണ് എൻ്റെ ഒരു പൊതുവെ അഭിപ്രായം. പിന്നെ പ്രത്യേകിച്ച് ഞാൻ അവനെയും കേൾപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞത് അത് വർക്ക് ചെയ്യുന്നുണ്ട്, നീ മര്യാദയ്ക്ക് കുത്താത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധങ്ങൾ നമുക്ക് പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താ പറയുക സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു വീഡിയോ പറയാനും കൂടി. ഒരു പാഠം പഠിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതേ അബദ്ധം എനിക്ക് മുമ്പ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേപോലെ ശ്രദ്ധയില്ലാണ്ട് വീഡിയോ ഓണാക്കിയിട്ടോ എന്തോ സംഭവിച്ചു, ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം മൈക്ക് കുത്തി, നമ്മുടെ പഴയ മൈക്കില്ലേ ആ മൈക്ക് കുത്തിയിട്ട് ഓണാക്കിയില്ല മൈക്ക്. എന്നിട്ട് നിന്ന് പറഞ്ഞു ഇതേപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ സൗണ്ടില്ല. കാരണം അഡാപ്റ്ററൊക്കെ മറ്റേ സാധനം കുത്തിയിട്ടുണ്ട്, പക്ഷെ മൈക്ക് ഓണാക്കിയില്ല. അപ്പം എന്താ എൻ്റെ ബുദ്ധി? ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊരു കാര്യത്തോടൊരു എന്താ പറയുക ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ എനിക്ക് പറ്റാറില്ല. അതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റാണ്. നമ്മളത് ശരിയാക്കി എടുക്കണം. കാരണം ഒന്നാമത് ബ്രെയിൻ അത്രത്തോളം വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് എല്ലാ കാര്യവും പറയുന്നത് ചെയ്യുക എന്നുള്ള ഉപരി അതിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിന്തിച്ചിടുക എന്നുള്ളൊരു ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. ചെയ്യണം, അതിനി പഠിക്കണം. എൻ്റെ കൊണ്ട് ഇപ്പോഴും ഇങ്ങനെ ഉണ്ട്, കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം അത് ആ ഫ്ലോയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെയാണ് ഈ ചുമയുടെ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ അധികം കാണില്ല, അതുകൊണ്ട് ടെൻഷനില്ല. ഷോർട്സാണ് പിന്നെയും കുറച്ച് വ്യൂസ് പോകുന്നത്. ലോങ് വീഡിയോസൊന്നും അധികം ആരും കാണുന്നില്ല. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ മൈക്ക് വാങ്ങിയത്. എന്നിട്ട് ഈ മൈക്ക് വർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിയതൊക്കെ ഫെയിലിയറായി നിർത്തും. അപ്പം പിന്നെ തുടങ്ങിയത് വേസ്റ്റ് ആവുമോ എന്നുള്ളൊരു തോന്നല്. പക്ഷെ പേടിക്കേണ്ട, ഞാൻ പേടിക്കുക, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ വീഡിയോ സ്ഥിരമായിട്ട് ഇടാനുള്ള പ്ലാൻ തന്നെയാണ്. ഡെയിലി ഞാൻ വീഡിയോ ഇടും. അപ്പോൾ ഈ മൈക്ക് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ളൊരു എന്താ പറയുക ഓഡിയോ ക്വാളിറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ അതുവഴി നമ്മുടെ വ്യൂസും കൂടാനും അത് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്ര തന്നെ ഇന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.